നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി ഇരിക്കുന്നത് ജനങ്ങളുടെ രക്ഷകന്റെ കസേരയിലാണോ അതോ ക്രിമിനലുകളുടെ വക്കീലിന്റെ കസേരയിലാണോ? കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ അഴിമതിയും ഏകാധിപത്യവുമാണ് ഈ LDF സർക്കാർ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി നീതി അട്ടിമറിക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അഭിമാനമായ നീതിന്യായ കോടതികൾ പോലും ഈ ഭരണത്തിനെതിരെ ശബ്ദമുയർത്തേണ്ട ഗതികേടിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ നിയമം പാർട്ടിക്ക് വേണ്ടി വഴിമാറുന്നു. അഴിമതിക്കാർക്ക് പരവതാനി വിരിക്കുന്നു. സ്വന്തം മണികൾ ചെയ്ത കുറ്റങ്ങൾ മൂടിവെക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു. ഈ സത്യം നമ്മുടെ കോടതികൾ തുറന്നടിച്ച് വിളിച്ചു പറയുന്നു. നമ്മുടെ കൊച്ചു കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഈ നിമിഷം നിങ്ങൾ തിരിച്ചറിയണം. നീതിന്യായ വ്യവസ്ഥയെ പോലും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണമാണ് കഴിഞ്ഞ 10 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസുകാരെ ആക്രമിച്ച CPM പ്രവർത്തകരെ രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് തന്നെ കേസ് പിൻവലിക്കാൻ ശ്രമിച്ചതിനെ ബഹുമാനപ്പെട്ട കോടതി രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു. ഇതിൽ എന്ത് പൊതു താല്പര്യമാണുള്ളത് എന്ന് കോടതി ചോദിക്കുമ്പോൾ പിണറായി സർക്കാരിന്റെ രാഷ്ട്രീയ ഇടപെടലാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. നിയമപാലകരെ ആക്രമിച്ചവർക്ക് പാർട്ടി സംരക്ഷണം നൽകുന്നു. നീതി നടപ്പാക്കേണ്ട സർക്കാർ തന്നെ നീതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. സ്വന്തം അംഗങ്ങളെ രക്ഷിക്കാൻ നിയമവ്യവസ്ഥയെ നോക്കുകുത്തിയാക്കുന്ന ഒരു ഭരണകൂടം. 2015 പയ്യന്നൂർ രാമത്തളിയിൽ CPM പ്രവർത്തകർ SI ഉൾപ്പെടെയുള്ള പോലീസുകാരെ ആക്രമിക്കുകയും വാഹനം തകർക്കുകയും ചെയ്തുവെന്ന കേസ് പിൻവലിക്കാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ അപേക്ഷ തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ രൂക്ഷ വിമർശനം. ക്രിമിനൽ കേസുകൾ പിൻവലിക്കുന്നതിനെ രൂക്ഷമായി വിമർശിച്ച തളിപ്പറമ്പ് സെഷൻസ് കോടതിയാണ് ആഭ്യന്തര വകുപ്പിനെ ഏറി നിർത്തിയത്. എന്ത് പൊതു താല്പര്യമാണ് കേസ് റദ്ദാക്കണമെന്ന ആവശ്യത്തിലുള്ളതെന്ന് കോടതി ചോദിച്ചു. പ്രതികൾ വിചാരണ നേരിടണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. 13 CPM പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ. CPM SDPI സംഘർഷത്തെ തുടർന്ന് പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് രാമത്തളിയിൽ CPM പ്രവർത്തകർ ആക്രമിച്ചത്. SI ആയിരുന്ന KP ഷൈൻ ഉൾപ്പെടെയുള്ളവരുടെ വാഹനം തടഞ്ഞ് വടിവാൾ കൊണ്ടാണ് ആക്രമണം. സംഘർഷത്തിൽ പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. തളിപ്പറമ്പ് കോടതിയിലെ ആ ചോദ്യം കേരളത്തിന്റെ മനസാക്ഷിയുടെ ചോദ്യം കൂടിയാണ്. ഇതിൽ എന്ത് പൊതു താല്പര്യമാണുള്ളത്? പോലീസുകാരെ ആക്രമിച്ച പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സർക്കാരിന് ഒരൊറ്റ താല്പര്യം മാത്രമേ ഉള്ളൂ, അത് പാർട്ടി താല്പര്യമാണ്. പ്രതികളായ CPM പ്രവർത്തകർക്കെതിരെയുള്ള കേസ് പിൻവലിക്കാൻ എന്ത് പൊതു താല്പര്യമാണ് ആഭ്യന്തര വകുപ്പും സംസ്ഥാന സർക്കാരും കണ്ടത്? ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ സംസ്ഥാനത്തെ നീതിയുടെ പരമോന്നത സംരക്ഷകരായ കേരള ഹൈക്കോടതി ഈ സർക്കാർ അഴിമതിക്കാർക്കൊപ്പം ചേരുകയാണെന്ന് തുറന്നടിച്ച് വിമർശിച്ചിരുന്നു. കോടികളുടെ കശുവണ്ടി അഴിമതി കേസിനെ കുറിച്ചായിരുന്നു ആ വിമർശനം. വികസനത്തിന് വേണ്ടി നീക്കിവെച്ച പൊതുപണം കൊള്ളയടിച്ച കേസായിരുന്നു അത്. പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBI അനുമതി തേടിയപ്പോൾ ഈ സർക്കാരിന്റെ പ്രതികരണം എന്തായിരുന്നെന്ന് അറിയാമോ? ഈ LDF സർക്കാർ 3 തവണയാണ് ഇതിനായി അനുമതി CBIക്ക് നിഷേധിച്ചത്. ഈ കുറ്റവാളികളെ അവർ സജീവമായി സംരക്ഷിച്ചു നിർത്തി. ഈ അവസ്ഥയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിളിച്ചത് പരിതാപകരമായ അവസ്ഥ എന്നാണ്. അഴിമതിക്കാരുടെയും കെടുകാര്യസ്ഥതയുടെയും പര്യായമായി മാറുകയാണ് നമ്മുടെ സർക്കാർ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് മുതൽ ലൈഫ് മിഷൻ അഴിമതി വരെ ഈ സർക്കാരിന്റെ മുഖംമൂടി ഓരോ ദിവസവും ജനങ്ങൾക്ക് മുന്നിൽ അഴിഞ്ഞു വീഴുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പലപ്പോഴും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. ജനങ്ങളുടെ നികുതി പണം ദൂർത്തടിച്ച് സംസ്ഥാനത്തെ കടുത്ത കടക്കണിയിലേക്ക് തള്ളിവിട്ടു. ജനക്ഷേമം എന്നത് വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങി. CPM നേതൃത്വത്തിലുള്ള ഈ പിണറായി സർക്കാർ ജനങ്ങളുടെ സർക്കാരല്ല, മറിച്ച് പാർട്ടി ഗുണ്ടകളെയും അഴിമതിക്കാരെയും സംരക്ഷിക്കുന്ന സർക്കാരാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഭയപ്പെടുത്തി നിശബ്ദരാക്കുന്നു. പോലീസ് സംവിധാനത്തെ പാർട്ടി ഉപകരണങ്ങളാക്കി മാറ്റുന്നു. പ്രതികളായ CPM പ്രവർത്തകർക്കെതിരെയുള്ള കേസ് പിൻവലിക്കാൻ എന്ത് പൊതു താല്പര്യമാണ് ആഭ്യന്തര വകുപ്പും സംസ്ഥാന സർക്കാരും കണ്ടതെന്ന ചോദ്യം ഏറെ പ്രസക്തിയുള്ളതാണ്. പ്രതികളായ CPM പ്രവർത്തകർക്കെതിരെയുള്ള കേസ് പിൻവലിക്കാൻ എന്ത് പൊതു താല്പര്യമാണ് ആഭ്യന്തര വകുപ്പും സംസ്ഥാന സർക്കാരും കണ്ടതെന്ന് ചോദ്യം ചെയ്ത് തളിപ്പറമ്പ് കോടതി മുതൽ അഴിമതിക്കാർക്കൊപ്പം ചേരുകയാണെന്ന് തുറന്നടിച്ച് വിമർശിച്ച ഹൈക്കോടതി വരെ ഈ സർക്കാർ ജനങ്ങളുടെ കൂടെയല്ല, നിയമം തെറ്റിക്കുന്നവരെയാണ് സംരക്ഷിക്കുന്നത്. ജനങ്ങളുടെ പണം ദൂർത്തടിക്കുന്നു, നീതിയെ ചവിട്ടി അരയ്ക്കുന്നു, ചോദ്യം ചെയ്യുന്നവരെ ഭയപ്പെടുത്തി നിശബ്ദരാക്കുന്നു.